നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആര് പിന്തുണച്ചാലും ഇല്ലെങ്കിലും ഗാസ യുദ്ധം തുടരുമെന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ച് ഇസ്രായേൽ രംഗത്ത് വന്നിരിക്കുകയാണ്. പ്രധാന പിന്തുണക്കാരനായ അമേരിക്കയിൽ നിന്ന് പോലും ശക്തമായ സമ്മർദ്ദത്തിന് വിധേയമായതിനെ തുടർന്നാണ് ഇസ്രായേൽ ഇത്തരത്തിലൊരു നയം വ്യക്തമാക്കിയിരിക്കുന്നത്. അന്താരാഷ്ട്ര പിന്തുണയോടെയോ അല്ലാതെയോ ഗാസ യുദ്ധം തുടരാനുള്ള ദൃഢനിശ്ചയം തങ്ങൾക്കുണ്ടെന്നാണ് ഇസ്രായേൽ പറഞ്ഞത്. ഒക്ടോബർ 7 പലസ്തീനിയൻ സായുധ ഗ്രൂപ്പായ ഹമാസ് ഇസ്രായേലിനെതിരെ നടത്തിയ ആക്രമണത്തിന് മറുപടിയായിട്ടാണ് യുദ്ധം ആരംഭിച്ചത്. ഹമാസ് ആക്രമണത്തിൽ 1200 ഇസ്രായേലികളാണ് കൊല്ലപ്പെട്ടത്. എന്നാൽ ഇസ്രായേൽ നടത്തിയ പ്രത്യാക്രമണത്തിൽ 18,600-ലധികം പലസ്തീനികളാണ് കൊല്ലപ്പെട്ടത്. ഇതിൽ കൂടുതലും സ്ത്രീകളും കുട്ടികളുമാണ് എന്നാണ് ഗാസ ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ കണക്ക്. അതിനിടെ ചൊവ്വാഴ്ച വെടിനിർത്തലിനുള്ള നോൺ ബൈൻഡിംഗ് പ്രമേയത്തെ UN ജനറൽ അസംബ്ലി പിന്തുണച്ചു. എന്നാൽ കൂടുതൽ വ്യോമാക്രമണങ്ങൾ ഗാസയെ ബാധിച്ചു എന്നു ഏറ്റവും വലിയ നഗര കേന്ദ്രമായ ഗാസ സിറ്റിയിലും തെക്ക് ഖാൻ യൂനിസും റഫയിലും വലിയ നാശനഷ്ടമുണ്ടായി എന്നുമാണ് റിപ്പോർട്ട്. ഗാസയുടെ വടക്ക് അഷ്ദോദ നഗരത്തിലും ലഗീഷ് മേഖലയിലും സൈറണുകൾ മുഴങ്ങിയതായി ഇസ്രായേൽ സൈന്യം പറയുന്നു. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന ആക്രമണങ്ങളെ തള്ളി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ രംഗത്തെത്തിയിരുന്നു. ഗാസയിൽ നടത്തുന്ന വിവേചനരഹിതമായ ബോംബാക്രമണം മൂലം ഇസ്രായേലിന് ലോക പിന്തുണ നഷ്ടപ്പെടാൻ തുടങ്ങി എന്നായിരുന്നു ജോ ബൈഡൻ പറഞ്ഞത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തൻ്റെ സർക്കാരിനെ നിയന്ത്രിക്കണം എന്നും ബൈഡൻ പറഞ്ഞിരുന്നു. അതിനിടെ ഗാസയിലെ യുദ്ധത്തിൻ്റെ സമയക്രമം ഇസ്രായേൽ ഉദ്യോഗസ്ഥന്മാരുമായി ചർച്ച ചെയ്യുമെന്ന് വൈറ്റ് ഹൗസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് വ്യക്തമാക്കിയിരുന്നു. ഇസ്രായേൽ സന്ദർശിക്കാനിരിക്കെയായിരുന്നു ജെയ്ക്ക് സള്ളിവൻ്റെ ഇത്തരത്തിലുള്ളൊരു പ്രതികരണം. അതേസമയം ഇസ്രായേൽ ഹമാസ് ഉടമ്പടിയുടെ തകർച്ചയ്ക്ക് ജെയ്ക്ക് സള്ളിവൻ ഹമാസിനെ കുറ്റപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഹമാസ് സ്ത്രീകളെയും പ്രായമായവരെയും സാധാരണക്കാരെയും പിടിച്ചു നിർത്തുന്നത് തുടരുന്നു എന്നും അതിനാൽ ഇസ്രായേലിന് സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ടെന്നുമാണ് തങ്ങൾ വിശ്വസിക്കുന്നു എന്നുമായിരുന്നു സള്ളിവൻ പറഞ്ഞിരുന്നത്. അതേസമയം ഹമാസ് ബന്ദികളാക്കിയ അമേരിക്കക്കാരുടെ കുടുംബാംഗങ്ങളെ വൈറ്റ് ഹൗസിൽ വെച്ച് കാണാനുള്ള ശ്രമത്തിലുമാണ്.